ഗൾഫിലേക്ക് പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ എൻ്റെ വിരസമായ നിമിഷങ്ങളാണ് എന്നെ സാഹിത്യകാരനാക്കിയത്. ഞാൻ 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് 16 മണിക്കൂർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വലിയ അങ്കലാപ്പിൻ്റെ നടുവിൽ നിന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ സിനിമ കാണാമായിരുന്നു, മറ്റനേകം കാര്യങ്ങളിൽ അഭിരമിക്കാമായിരുന്നു. പക്ഷേ ഞാൻ വായനക്കാരനാവാൻ തീരുമാനിച്ചു. പിന്നീടുള്ള ഒരു 7-8 വർഷക്കാലം നിരന്തരമായ വായന മാത്രമായി എൻ്റെ ജീവിതത്തിൻ്റെ സർവവും. ഞാൻ ആടുജീവിതത്തിൻ്റെ തന്നെ ഒരു പതിപ്പിന് എൻ്റെ പിന്നാമ്പുറത്ത് അതിൻ്റെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. ഒരു വർഷം ഒരു 160 പുസ്തകങ്ങളൊക്കെ വായിച്ച അനുഭവങ്ങളിലൂടെ പോയി ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലും ചില വാക്കുകളുണ്ടെന്നും എനിക്കും ചില കാര്യങ്ങൾ ഈ ലോകത്തിനോട് പറയുവാനുണ്ടെന്നും. അങ്ങനെയാണല്ലോ ഓരോ എഴുത്തുകാരനും പിറക്കുന്നത്. തനിക്ക് ഇതുവരെ വായിച്ചതിൽ നിന്ന്, ഇതുവരെ പറഞ്ഞതിൽ ഇതുവരെ കേട്ടതിൻ്റെയും അപ്പുറത്തു നിന്ന് എനിക്ക് എന്തോ ഈ ലോകത്തിനോട് പറയുവാനുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ ഒരു എഴുത്തുകാരൻ ആദ്യമായി ഉണ്ടാവുന്നത്. അത്തരത്തിൽ ഒരു എഴുത്തുകാരൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും എഴുതുവാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ കേരളത്തിലിരുന്ന് ഇന്ത്യയിലിരുന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരന് ഉണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഗൾഫ് അല്ലെങ്കിൽ ഞാൻ ജീവിച്ച രാജ്യത്തിൽ 143 രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെ എനിക്ക് കാണാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികളെ അല്ലെ വിദേശ മലയാളികളെ പ്രവാസികൾ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നതിന് ഞാൻ എപ്പോഴും വിയോജിക്കുന്ന ആളാണ്. നമ്മളവരെയെല്ലാം പ്രവാസികൾ എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നതും. പ്രവാസി സാഹിത്യവും പ്രവാസ കാര്യ വകുപ്പും എല്ലാമുണ്ട്. പ്രവാസമാണ് സത്യത്തിൽ. പ്രവാസം എന്ന വാക്ക് വളരെയധികം അർത്ഥതലങ്ങളുള്ള മറ്റൊരു വാക്കായിട്ടാണ് ഞാൻ നിർവചിക്കുന്നത്. അതിന് നമ്മുടെ മലയാളികളുടെ സാമ്പത്തിക കുടിയേറ്റങ്ങളുമായി, അഭയാർത്ഥിത്വങ്ങളുമായി, മോഹത്തോടെയുള്ള യാത്രകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവാസം എന്ന് പറയുന്നത് വീടില്ലാത്തവൻ്റെ നിലവിളിയുടെ പേരാണ് പ്രവാസം എന്ന് പറയുന്നത്. കുടിയിറക്കപ്പെട്ടവൻ്റെ കണ്ണീരാണ് പ്രവാസം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പ്രവാസികളായിരിക്കുന്നത് ഇറാഖിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു പോയ അനേകം മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. യുദ്ധങ്ങളുടെ പേരിൽ, കലഹങ്ങളുടെ പേരിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആഭ്യന്തര കലാപങ്ങളാൽ ഇറങ്ങിപ്പോകുന്നവരെ നമ്മൾ കാണുന്നു. പാലസ്തീനിൽ നിന്ന് ഒരു അനുദിനം കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഗൾഫിൽ കാണുന്നു. മറ്റനേകം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധത്താലും പ്രകൃതി ദുരന്തത്താലും രാജ്യം വിട്ട് ഓടിപ്പോരേണ്ടി വരുന്ന മനുഷ്യരെ നാം കാണുന്നു. അവരുടെ ജീവിതാവസ്ഥ എന്താണോ, അവരുടെ ജീവിതം എന്താണോ, ആ അവസ്ഥയ്ക്കാണ് പ്രവാസം എന്ന് വിളിക്കേണ്ടത്. നമുക്ക് മലയാളികൾക്ക് തിരിച്ചു വരാൻ ഒരു ഭൂമിയുണ്ട്, സ്വപ്നം കാണാൻ ഒരു ദേശമുണ്ട്. അത്തരത്തിൽ ദേശമുള്ളവരുടെ ജീവിതങ്ങളെ പ്രവാസം എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രവാസം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എക്സൈൽ എന്ന് പറയുന്ന അവസ്ഥ അതല്ല. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലും പുറത്തു പോകുന്ന മനുഷ്യരുണ്ട്. നമ്മൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പോലുമല്ല പുറത്തു പോയിട്ടുള്ളത്. നമ്മളുടെ ലക്ഷ്യം എല്ലാ കാലത്തും മലയാളിയുടെ എല്ലാ രാജ്യങ്ങളിലേക്കും, ശ്രീലങ്കയിലേക്ക് പോയതാകട്ടെ, മലേഷ്യയിലേക്ക് പോയിട്ടുള്ളതാകട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളതാകട്ടെ, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയതാകട്ടെ, അതിനുശേഷം ഇപ്പോൾ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും പോകുന്നതാകട്ടെ, നമ്മുടെ ലക്ഷ്യം പണം സമ്പാദനം അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരം എന്നത് മാത്രമാണ് എന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ മനുഷ്യർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. എത്തിച്ചേരുന്ന മേഖലയിൽ പുതിയ പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് വിചാരിക്കുന്നതിനപ്പുറത്ത് യഥാർത്ഥ പ്രവാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക്